20 വരെ ഇന്നത്തെ നിയമസഭാ നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. കാനത്തിൽ ജമീലയ്ക്ക് സഭയുടെ ആദരം. തത്സമയ ദൃശ്യങ്ങൾ. നിരവധി പുരസ്കാരങ്ങൾ അവരുടെ ഭരണവിഘ്നെ തേടിയെത്തിയിട്ടുണ്ട്. ലാളിത്യമായ പെരുമാറ്റവും കർക്കശമായ രാഷ്ട്രീയ നിലപാടുകളും ഒത്തുചേർന്ന വ്യക്തിത്വമായിരുന്നു കാനത്തിൽ ജമീലയുടേത്. സാധാരണക്കാരോട് ചേർന്ന് നിൽക്കാനും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും എപ്പോഴും ശ്രമിച്ചിരുന്നു. കാനത്തിൽ ജമീലയുടെ വിയോഗത്തിലൂടെ ജനപക്ഷത്ത് നിന്ന് മാതൃകാപരമായി പ്രവർത്തിച്ച ഒരു രാഷ്ട്രീയ നേതാവിനെയാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത്. ബഹുമാനപ്പെട്ട CM സർ, കാനത്തിൽ ജമീലയെ കുറിച്ച് അങ്ങ് പറഞ്ഞ എല്ലാ വാക്കുകളോടും പൂർണ്ണമായി യോജിക്കുകയാണ്. കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനാകെയും പുരോഗമന പ്രസ്ഥാനത്തിന് വിശേഷിച്ചും നികത്താനാവാത്ത നഷ്ടമാണ് കാനത്തിൽ ജമീലയുടെ വിയോഗത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. അങ്ങ് പറഞ്ഞതുപോലെ പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന തലമായ ഗ്രാമപഞ്ചായത്ത് മുതൽ കേരള നിയമസഭ വരെ പ്രവർത്തിച്ച അനുഭവ പാരമ്പര്യമുള്ള വ്യക്തിത്വമായിരുന്നു ജമീല. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, 2 തവണ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. അതിനുശേഷമാണ് 2021 കൊയിലാണ്ടി നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് അവർ ഈ സഭയുടെ ഭാഗമാകുന്നത്. ഭരണരംഗത്തെ ദീർഘകാല പരിചയം ഈ സഭയിലെ ജമീലയുടെ ഇടപെടലുകൾക്ക് തിളക്കമേകി എന്നത് നമ്മുടെ എല്ലാം അനുഭവത്തിലുള്ളതാണ്. നിയമസഭയിൽ അംഗമായിരുന്ന കാലയളവിൽ ജനജീവിതത്തിൻ്റെ നീറുന്ന പ്രശ്നങ്ങളെ എല്ലാ ഗൗരവത്തോടെയും ഈ സഭയിൽ അവർ അവതരിപ്പിച്ചിരുന്നു. നിയമനിർമ്മാണമടക്കമുള്ള കാര്യങ്ങൾക്ക് ശ്രദ്ധേയമായ സംഭാവനകൾ നൽകി. അടിച്ചമർത്തപ്പെടുന്നവരുടെ ഭാഗത്താണ് എല്ലാ കാലത്തും ജമീലയുണ്ടായിരുന്നത്. ശ്രദ്ധേയയായ നിയമസഭാ സാമാജിക, കരുത്തയായ സംഘാടക, മികച്ച വാഗ്മി, പാർട്ടി പ്രചാരക എന്നിങ്ങനെ വിവിധ തലങ്ങളിൽ ശ്രദ്ധേയായിരുന്നു കാനത്തിൽ ജമീല. രോഗം ബാധിച്ച് ചികിത്സയിലായിരുന്ന ഘട്ടത്തിലും പൊതുകാര്യങ്ങളിൽ ശ്രദ്ധയോടെ ഇടപെടാനും പരിഹാരം കാണാനും അവർ ശ്രദ്ധിച്ചു. രോഗത്തിൻ്റെ ലാഞ്ചന പോലും പുറത്തു കാണിക്കാതെ ആത്മവിശ്വാസത്തോടെ പല പൊതുപരിപാടികളുടെയും ഭാഗമായി. അതുകൊണ്ട് തന്നെ രോഗം ഭേദമായി വൈകാതെ തന്നെ കൂടുതൽ സജീവമായി അവർ പൊതുരംഗത്ത് പ്രവർത്തിക്കുമെന്ന് എല്ലാവരും ഉറച്ചു വിശ്വസിച്ചു. എന്നാൽ ഏവരെയും ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് കാനത്തിൽ ജമീല നമ്മെ വിട്ടുപിരിഞ്ഞു. അവരുമായി ബന്ധപ്പെട്ട ഒരുപാട് ഓർമ്മകളാണ് നമ്മളെല്ലാവരുടെയും മനസ്സിലുള്ളത്. അതൊന്നും ഒരിക്കലും മായുന്നതല്ല. കാനത്തിൽ ജമീലയുടെ വിയോഗത്തിൽ അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു. അവരുടെ സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. സഭയുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന് വേണ്ടി ശ്രീ K. ബാബു. അങ്ങും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ശ്രീമതി കാനത്തിൽ ജമീലയുടെ വേർപാടുമായി ബന്ധപ്പെട്ട് നടത്തിയ കാര്യങ്ങളോടെല്ലാം ഞാനും എൻ്റെ പാർട്ടിയും യോജിക്കുകയാണ്. സർ, ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ എല്ലാ തലങ്ങളിലും അംഗമാകാൻ സാധിച്ച അപൂർവം ആളുകളിൽ ഒരാളാണ് മണ്ഡലത്തെ പ്രതിനിധീകരിച്ച കാനത്തിൽ ജമീലയുടെ സഭയുടെ ആദരം. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്. ഇന്ന് ഇതോടുകൂടി ആദരമർപ്പിച്ച് ചരമോപചാരമർപ്പിച്ച് സഭ ഇന്നത്തേക്ക് പിരിയും. നാളെ മുതൽ സഭ സംഭവബഹുലമായിരിക്കുകയുള്ളൂ. പ്രക്ഷുബ്ധമാകുമെന്ന് ഉറപ്പാണ്. പ്രതിപക്ഷം സ്വർണ്ണക്കൊള്ളയിലെ വിഷയങ്ങൾ തീർച്ചയായിട്ടും
നിയമസഭയിലേക്ക് കൊണ്ടുവരും. ഒപ്പം തന്നെ സജി ചെറിയാന്റെ പ്രസ്താവനയെ ആയുധമാക്കാൻ പ്രതിപക്ഷം ഒരുങ്ങുന്നു. ഇതൊക്കെ ചർച്ചയായിട്ട് വരും. മറുഭാഗത്ത് എങ്ങനെയാണ് സർക്കാർ പ്രതിരോധിക്കുന്നത് എന്നത് നമുക്ക് കാണാം. ഇനി വരാൻ പോകുന്ന 32 ദിവസങ്ങളാണ് സഭാ സമ്മേളനമുള്ളത്. ഇടയ്ക്ക് കുറച്ച് ഇടവേളയുണ്ട്. അത് കഴിഞ്ഞാൽ വീണ്ടും സഭ സമ്മേളിക്കും. അത് കഴിഞ്ഞ് നേരെ പോകുന്നത് തെരഞ്ഞെടുപ്പിലേക്കായിരിക്കും കേട്ടോ. അപ്പോൾ